എന്നെ കിട്ടിയില്ല. ഹായ് നമസ്കാരം. ഇന്നത്തെ ഈ ചെറിയ വ്ളോഗിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ INC വന്ന് ഒരു ഹോർലിക്സ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നിട്ട് പോലും ഇവിടുത്തെ സ്റ്റാഫ് എനിക്കൊരു ഉഗ്രൻ ഹോർലിക്സ് അടിച്ചു തന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫ് നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഒരു ഉഴുന്നുവടയും കൊണ്ടുവന്നു വന്നു. അങ്ങനെ ഹോർലിക്സും ഉഴുന്നുവടയും എല്ലാം ആസ്വദിച്ച് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കുര്യപ്പഞ്ചേട്ടൻ്റെ മകൻ ഡെന്നിയുടെ അടുത്ത് വന്ന് ഒരു പേപ്പർ വാങ്ങാമെന്ന് കരുതി. പേപ്പർ വീഡിയോയിൽ പെടുത്തിക്കോ, എന്നെ പെടുത്തരുതെന്ന് ഡെന്നി പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അന്നേരം അവിടെ എത്തിയ എൻ്റെ മറ്റൊരു സുഹൃത്ത് സാൽബിനെ വീഡിയോയിൽ പെടുത്തി ഒരു പേപ്പറും വാങ്ങി അവിടെ നിന്ന് പോകുന്നു. സൺഡേ ബീഫ് ഡേ ആയതിനാലും എളുപ്പപ്പണി എന്ന രീതിയിൽ ബീഫിനേറ്റവും നല്ല കോമ്പിനേഷൻ ബ്രെഡ് ആയതിനാലും സിറ്റി ബേക്കറിയിൽ നിന്ന് ഒരു ബ്രെഡും വാങ്ങി. പിന്നെ ഇതെല്ലാം വീട്ടിൽ കൊടുത്തിട്ട് വീണ്ടും നേരെ പള്ളിയിലേക്ക് അപ്പച്ചനെ കൊണ്ടുവരാനായിട്ട്. ഞങ്ങളെല്ലാവരും രാവിലത്തെ കുർബാനയ്ക്ക് പോയപ്പോൾ അപ്പച്ചൻ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പോയത്. പള്ളിയിൽ കഴിഞ്ഞ് ആദ്യം പുറത്തേക്ക് വന്നത് നമ്മുടെ ബൈജുചേട്ടനാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോകളിൽ അഭിനയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഇത്തവണ ഞങ്ങളുടെ നാട്ടിലെ ഓണം കളറാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാവേലിയുമാണ് ഇദ്ദേഹം. അപ്പച്ചൻ എന്തേ വീഡിയോയിൽ കൊണ്ടുവരാത്തതെന്ന് പലപ്പോഴായി പലരും ചോദിക്കാറുള്ളത് കൊണ്ട് അപ്പച്ചനെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് ഉച്ചയ്ക്ക് റെഡിയാവുള്ളൂ എന്ന് കിച്ചണിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് മൂലം തലേ ദിവസത്തെ നെയ്മീൻ കറിയും കൂട്ടി പത്രവും വായിച്ച് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു.